കുര്യാക്കോച്ചേട്ടനെ കണ്ടേരട്ടോ വന്നപ്പോ കഴിക്കണതാ. മുകളിലുണ്ട് നനവ് വരാതിരിക്കാൻ വേണ്ടി നമ്മള് പുതിയ കോൺക്രീറ്റ് ഇട്ടേക്കണം. അവിടെ ഇത് അടിക്കാനായിട്ട് വാങ്ങിച്ചതാണ്. ജോയിന്റിന്റെ അവിടെ പനിച്ചിറങ്ങും. അത് മുടിഞ്ഞ പോലെയാ, പക്ഷെ ചോർച്ച വരാതിരിക്കാൻ വേണ്ടി നമ്മളൊരു പ്രൊട്ടക്ഷൻ എടുക്കുന്നതാണ്. 35 വർഷമായിട്ട് ഈ വീട്ടിൽ പെയിന്റ് ഇടുന്ന ആളാട്ടോ. ധൃതി പിടിച്ച പണിയല്ലേ ഇപ്പൊ, പ്രതീക്ഷിക്കാതെയല്ലേ മരം വീണത്. കുര്യാക്കോച്ചേട്ടനെ കണ്ടേരട്ടോ വന്നപ്പോ കഴിക്കണതാ. മുകളിലുണ്ട് കഴുകുക. ഇത് നമ്മുടെ വർക്ക് ഏരിയയുടെ കിച്ചണിന്റെ മുകളിലായിട്ട് അടിക്കാനായിട്ട് നമ്മൾ മേടിച്ചതാണ്, ലീക്കേജ് വരാതിരിക്കാൻ. ബിർള ഓപ്പസ്, അതായത് വർക്ക് ഏരിയയുടെ മോള് നമ്മൾ കഴിഞ്ഞ മാർച്ചിൽ കംപ്ലീറ്റ് കോൺക്രീറ്റ് പൊട്ടിച്ച് കളഞ്ഞിട്ട് രണ്ടാമത് കോൺക്രീറ്റ് ഇട്ടായിരുന്നു. അപ്പൊ ഇനി അതിലെ നനവ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പുതിയ കോൺക്രീറ്റ് ഇട്ടേക്കണം. അവിടെ ഇത് അടിക്കാനായിട്ട് വാങ്ങിച്ചതാണ്. അപ്പം കിച്ചണിന്റെ ഒരു പോർഷനിൽ ടാങ്കിന്റെ ചിമ്മിണിയുടെ മുകളിൽ ഇരിക്കുന്നതുകൊണ്ട് അവിടെ മേച്ചിലിട്ടിട്ടില്ല. അപ്പൊ ഈ മേച്ചിലിടാത്ത ആ ഭാഗത്തും കൂടെ അടിക്കാനായിട്ട് വാങ്ങിച്ച സംഗതി കേട്ടോ. അപ്പൊ ഒരു ക്യാനിങ്ങ കൊണ്ടുവന്നേ ഉള്ളൂ, ചിലപ്പോ ഒരു ക്യാനും കൂടെ വേണ്ടി. ബില്ല് ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. 4 ലിറ്ററിന്റെ 2 പെട്ടിക്ക് കൂടി 2960 രൂപ. ഫുൾ വെള്ള നിറത്തിലിരിക്കും അടിച്ചു കഴിയുമ്പോ. ഞാൻ ആ വെള്ളത്തിൽ കണ്ടായിരുന്നു. ടാപ്പ് വെച്ചത് വളരെ നന്നായില്ലേ. പക്ഷെ ഇതാണ്, ഇത് കോഴിക്കണം. ഏതാ ഇത് നമ്മൾ കോഴിക്കല്ല, ഇത് ഓട്ടയില്ല. അതിന് ഓട്ട കുറവാ. അന്നേരം ഞങ്ങൾ പറഞ്ഞ ടൊക്സ് അടിച്ചാൽ മതി. ഇതേ അപ്പൊ ടൊക്സ് അടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഇത് തുരുമ്പടിക്കില്ല. ഇത് അലൂമിനിയം അടിച്ചു. അലൂമിനിയത്തിന്റെ തന്നെ എഫക്റ്റ് ഉണ്ടല്ലേ. ആ, അതെന്നാന്നറിയോ, എല്ലാം കൂടെ വരുമ്പോഴേക്കും കോസ്റ്റ് ഇച്ചിരി കൂടുന്നോണ്ടാണ് നമ്മളങ്ങനെ മടിച്ചത്. 1 ലിറ്ററിന് ഇപ്പൊ 400 രൂപ. എല്ലാ പെയിന്റും വില കൂടി, 1000 രൂപ വെച്ച കൂടി. ഇപ്പൊ എല്ലാത്തിനും വില കൂടി. ഇതിനുണ്ടല്ലോ, നമ്മൾ ഈ മേടിക്കുന്നതിനുണ്ടല്ലോ, അത് മുടിഞ്ഞ വിലയാ. അത് ഭയങ്കരമില്ല, അതിന് നല്ല വിലയുണ്ട്. അത് 3 ടൈപ്പ് ഉണ്ടെന്നാ പറഞ്ഞേ. ഒന്ന് ഏറ്റവും കൂടിയത്, ഇപ്പൊ നമ്മൾ മേടിച്ചത് ഏറ്റവും കൂടിയതാണ്. ഇതിന് 1450. ഏറ്റവും മെച്ചം വേണം 45 എടുക്കും. ഏറ്റവും മെച്ചം ഏതാ പറഞ്ഞു, അത് പറഞ്ഞു. ഞാനിപ്പോ നമ്മളിപ്പോ ചെയ്യണ എന്നാന്നറിയോ, തൽക്കാലം നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒരു കോട്ട്, ആദ്യത്തെ കോട്ട് വെള്ളം ചേർത്തടിക്കണം. അത് 50% വെള്ളം. അല്ല, അവര് പറഞ്ഞ 30% എന്നാണ്. എന്ന് പറയുമ്പോ 50% ആവും, പകുതി. അപ്പൊ അത് ചേർത്ത് ആദ്യം അങ്ങ് അടിക്കുക. പിന്നത്തെ കോട്ട് വെള്ളമില്ലാതെ അത് ഒന്നിങ്ങനെ അടിച്ച അങ്ങനെ ടോട്ടൽ 3 എണ്ണം. 3 എണ്ണം അടിക്കുമ്പോഴേക്ക് ഈ പറഞ്ഞ നല്ലൊരു. രണ്ടാമത്തെ കോട്ട് വെർട്ടിക്കലായിട്ടും 3ാമത്തെ കോട്ട് ഹൊറിസോണ്ടലായിട്ടും. അല്ല, നമുക്ക് 2 എണ്ണം അടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. കാരണം ഇത്രയും വില കൂടിയതല്ലേ, അപ്പൊ അതുകൊണ്ട് ചോർച്ചയില്ല. തീരില്ല. അല്ല, ഇതെന്നാന്നറിയോ, ഇത് ചോർച്ചയില്ല ഇപ്പൊ, പക്ഷെ ചോർച്ച വരാതിരിക്കാൻ വേണ്ടി നമ്മളൊരു പ്രൊട്ടക്ഷൻ എടുക്കുന്നതാണ്. അപ്പൊ ഇപ്പൊ തന്നെയല്ല, ഇവിടെ ആണേലും 12 ഉണ്ടല്ലോ, പിന്നെ 2 കോട്ട് കൊണ്ട് ധാരാളം മതി അതിനകത്ത്. കുഴപ്പമില്ല. ആ ജോയിന്റിന്റെ അവിടെ നല്ല ഇതായിരിക്കണം. ഈ വർക്ക് ഏരിയയുടെ ജോയിന്റ് ഞാൻ കാണിച്ചു കൊടുത്തോളാം. ആ ജോയിന്റിന്റെ അവിടെ പനിച്ചിറങ്ങും. ഇപ്പൊ അന്ന് സിമെന്റ് അടിച്ച പിന്നെ ഇറങ്ങൂല്ലോ. ഇല്ല കുരിയാക്ക അടിച്ചു കൂട്ടി വരണ ഇങ്ങനെ കോരി എടുത്തു കഴിഞ്ഞാല് വെള്ളം പിച്ചാൻ നോക്കിക്കാം. വെള്ളം വെച്ചിട്ടേ അതങ്ങ് കോരി കഴിഞ്ഞാൽ പിന്നെ പിടിയെന്ന് ഉണങ്ങിക്കോളൂ. ഇത് പെട്ടെന്ന് ഉണങ്ങും. ഇന്നിപ്പോ മഴ കാര്യമായിട്ട് പറയുന്നില്ല. 12 മണിക്ക് എന്തോ ഒന്ന് ചാറൂന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മഴ ഇല്ലാന്നാണ് എല്ലാവരും പറയും. നമ്മള് ഈ പറഞ്ഞ മാതിരി ഇങ്ങനെയാണോ ശീലിച്ചതെന്ന്. പക്ഷെ കുഴപ്പം എന്നാ വെച്ചാൽ ഇത് ശീലിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വരുമ്പോഴേ ഉണങ്ങി കിട്ടിയാലേ നമുക്ക് വല്ല തുണി കൊണ്ടോ വല്ല ഒന്ന് തുടയ്ക്കണോ. ഇത് വെള്ളം കൂടിയാണ് നമ്മൾ അടിക്കാം. അല്ല, ഈ ഭാഗത്ത് അപ്പൊ ഇത്ര വെള്ളം കൊടുത്തേ അടിച്ചാൽ മതി. അപ്പൊ ആ സമയം ഇവിടെ ഞാൻ റാഗി സ്മൂത്തി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഞാൻ ഇതുവരെ കഴിച്ചതിൽ വെച്ച് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സ്മൂത്തിയാണിത്. പക്ഷേ ഓടിച്ചൊന്നും ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. ഇത് റാഗി വേവിച്ചിട്ട് അത് ചൂടാറാൻ വെച്ചതിന് ശേഷം വേണം നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാൻ എടുക്കാൻ. അപ്പൊ ആ ടൈം കുറച്ച് പോകും. ഓടിപ്പോയിട്ട് നമുക്ക് സ്മൂത്തി ഉണ്ടാക്കി അത് പറ്റില്ല.
മറ്റു സ്മൂത്തികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി ഉണ്ടാക്കാം. ഈ വേവിച്ചിട്ട് ചൂടാറാൻ വെക്കുമ്പോൾ എടുക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, അത് മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. അതൊഴിച്ചു കഴിഞ്ഞാൽ ഇതൊരു സൂപ്പർ സ്മൂത്തിയാണ്. പിന്നെ ഞാൻ ഈ സ്മൂത്തി കുറുക്കുമ്പോൾ ഉണ്ടല്ലോ, അതിനകത്ത് ഒരിക്കലും ശർക്കരയോ മറ്റു മധുരം ഒന്നും ആഡ് ചെയ്യില്ല കേട്ടോ. സ്മൂത്തി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഡേറ്റ് സിറപ്പ് ആഡ് ചെയ്യും, അതും അല്പം മാത്രമേ ഉള്ളൂ കേട്ടോ. അമ്മ അവിടെ കുര്യാക്കോ ചേട്ടന് കട്ടൻ മതിയെന്ന് ചേട്ടൻ പ്രത്യേകം പറഞ്ഞു കേട്ടോ. പാലൊഴിക്കണ്ടെന്ന് പ്രത്യേകം പറഞ്ഞു. ഭക്ഷണം കഴിഞ്ഞ് വന്നതാ. അപ്പൊ അടി തുടങ്ങി. അത് ക്ലീൻ ചെയ്ത് ഓസൊക്കെ ഇട്ട് കഴുകി ശരിയാക്കി. അപ്പൊ അവിടെ ഉണങ്ങുന്നത് വരെ ഒരു ടൈം ഇതുണ്ട്. അപ്പൊ ആ സമയത്ത് ഒരു കട്ടൻ നന്നാക്കാൻ പറഞ്ഞു. പിന്നെ കുടിവെള്ളം തണുപ്പത് വേണമെന്ന് പറഞ്ഞു. ഞാനതുകൊണ്ട് ഫ്രിഡ്ജിലേക്ക് ആ കുപ്പിയിൽ വെച്ചിട്ടുണ്ട് വെള്ളം തണുക്കാൻ. കുര്യാക്കോച്ചേട്ടന് ഭക്ഷണം വളരെ കുറവാണ്. 35 വർഷമായിട്ട് ഈ വീട്ടിൽ പെയിന്റ് ഇടുന്ന ആളാട്ടോ. സീനിയർ മോസ്റ്റ് 35 വർഷം. പക്ഷെ അന്നും ഒന്നും കുര്യാക്കോച്ചേട്ടന് ഒരുപോലെ ഇരിക്കണം, ഒരു മാറ്റവും ഇല്ല. അത് ഇവിടെ തൊട്ടടുത്ത് തന്നെ, ഇവിടെ തറവാട്ടിലെ വീടിന്റെ അടുത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അവര് വേറെ ഒരു സ്ഥലത്തേക്ക് മാറി. അവിടെ പാർട്ടീഷനൊക്കെ നടത്തിയിട്ടാണ്. നമ്മള് പഴയ ആ ഒരു സ്നേഹത്തിന്റെ. അതെ. അപ്പയൊക്കെ ഈ കുര്യാക്കോച്ചേട്ടനും ഒക്കെ അപ്പേനേക്കാളും ഇളയതാണ് കുര്യാക്കോച്ചേട്ടന്റെ ചേട്ടന് അപ്പയുടെ പ്രായം. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പാലം പോലെ വല്യപ്പയുടെ അവിടെ കളിച്ചു കൂട്ടിങ്ങനെ നടന്ന ആൾക്കാരാണ്. അപ്പൊ അതിൻ്റെതായ ഒരു മഹത്വം അവർക്കും ഉണ്ട് എപ്പോഴും. ഞാൻ വന്ന കാലം മുതൽ കാണുന്നതാ. കൊടുത്തേച്ച് വരാട്ടോ. ചായ കപ്പാണോ വേണ്ടതാ? ചായയുടെ ചൂടാറുന്നതിന് മുമ്പ് വേഗം തന്നെ ചേട്ടനോട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോരുമായിരുന്നു. മഴ പെയ്യോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത്രയും ദിവസം നല്ല ചൂടായിട്ട് ദേ ഇപ്പോൾ മഴ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്താതെ പെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു. പരിക്കൻ തെളിഞ്ഞിട്ടുണ്ടത്. അത് 8-10 കൊല്ലാല് കുര്യാക്കോ മറിച്ചെടുക്കണം കേട്ടോ. അതിൽ നിന്ന് ചൂടുണ്ടാവും. അത് അടിച്ച് കഴുകണം. അടിക്കണം അല്ലേ, എന്നിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ പുതിയത് വാർത്തല്ലേ. അപ്പൊ ഇതിലും അന്നേരം വാർത്തപ്പോ തേപ്പിച്ചായിരുന്നു. തേച്ചതാ. അതുകൊണ്ടാ. ചെയ്തിട്ടില്ല അന്ന് പണം. ഇത് നല്ല പെയിന്റ് പോലെ ഇരിക്കണല്ലേ. നല്ല തിക്കാ, നല്ല തിക്കാ. വിലയുണ്ട്, പക്ഷെ നമുക്ക് ഗുണവും വേണമല്ലോ. മഴ പെയ്യുമ്പോ ചോർന്നു കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. വെള്ളം ചേർക്കാണ്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നല്ല തിക്കാ. ഇങ്ങനെയാണോ ചേട്ടാ? എങ്ങനെയാ മിക്സ് ചെയ്യണേ? മിക്സ് ചെയ്താലേ എല്ലായിടത്തും ആവില്ല. പകുതി അതിൽ നിന്ന് എടുത്തു. അപ്പൊ 2 ലിറ്റർ 1 ലിറ്റർ വെള്ളം ചേർത്തു. 50% എന്നല്ലേ പറഞ്ഞു. ഇവര് 30 എന്നല്ലേ പറഞ്ഞേ? അല്ല 50 ലിറ്റർ എത്ര വെള്ളം ചേർത്തുണ്ട്. 2 കപ്പ് കേട്ടോ. ഇത് കറക്റ്റ്. അല്ല 4 ലിറ്റർ അല്ലേ മൊത്തം? 4 ലിറ്റർ അല്ല, ഈ പാട്ട 4 ലിറ്റർ. അപ്പൊ 1 ലിറ്ററിന് കുറവുണ്ട്. അപ്പൊ 3 ലിറ്റർ കറക്റ്റാണ്. 2 ലിറ്ററിന്റെ പുറത്ത് 1 ലിറ്റർ വെള്ളം കൂടി ചേർക്കുമ്പോ 3 ആയി വരുമ്പോ കറക്റ്റാണ്. കൈയൊന്ന് കഴുകി അതിലേക്ക് ഒഴിച്ചു. എന്നാന്നല്ലേ, ഇത് കഴിഞ്ഞിട്ട് എന്തോരം ആവുമെന്ന് അറിഞ്ഞിട്ട് അത് ഇനി അടിക്കേണ്ടത് വെള്ളം ചേർക്കാണ്ടാന്നാ പറഞ്ഞത്. രണ്ടാമത്തെ ഇത് ശരിക്കും പിടിക്കാൻ വേണ്ടിയാന്നാ പറയണേ. ആദ്യത്തേല് വെള്ളം ചേർക്കണേ. നമ്മള് പ്രൈമർ അടിക്കുന്ന ഒരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയാ ഈ വെള്ളം ചേർക്കണെന്ന് അവര് പറയണേ. ഒട്ടൂല. 2ലും 3ലും ഒട്ടൂല. അതുപോലെ ആ ചിമ്മിനിയോട് പറ്റിയുള്ളതും കാലിരിക്കുന്ന ഭാഗത്തിന്റെ അപ്പുറത്തെ സൈഡ്. ഫുള്ള് വെള്ളയല്ലേ, പെയിന്റ് പോലത്തെ കളറാ. ഈ മഴ പെയ്തിങ്ങനെ കിടക്കണോണ്ട് ടെറസിൽ നിൽക്കുകയും നടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാനായിട്ട്. നമ്മുടെ ഒരു ചെറിയ കെയർലെസ്നെസ് മതി ഒന്ന് തെന്നാനായിട്ട്. അങ്ങനെ തെന്നി കഴിഞ്ഞാൽ പിന്നെ പണിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുള്ളായിട്ടാണ് കേട്ടോ അതിൽ കൂടെ നടക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ സ്മൂത്തി കഴിക്കാനായിട്ട് വന്നത്. എൻ്റെ സ്മൂത്തിയിൽ എന്തൊക്കെയാണെന്നറിയോ? റാഗി വേവിച്ചത്, പാലിൽ വേവിച്ച റാഗിയാണ് കേട്ടോ, ഞാൻ വെള്ളം ചേർക്കാറില്ല. പിന്നെ ഇതിനകത്ത് കുറച്ച് ഡ്രൈ നട്ട്സ് പൊടിച്ചത്, പിന്നെ ഒരു ഞാലിപ്പൂവൻ പഴം, ഒരല്പം
അല്പം ഡേറ്റ് സിറപ്പ്, പിന്നെ ഒരു ഇത്തിരി കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ അതിന് ഉഗ്രൻ ടേസ്റ്റായി മാറും കേട്ടോ. എപ്പോഴും പറയൂ. അപ്പോൾ അപ്പുറത്ത് ഒരു കോട്ട് അടിച്ചു കേട്ടോ. അപ്പോൾ അതൊരു ഉണങ്ങാനുള്ള താമസം ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് ഞങ്ങൾ ചുമ്മാ ഓരോന്നൊക്കെ വർത്താനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് അമ്മ പേപ്പർ വായിക്കുന്ന സ്ഥലം മാറിപ്പോയി. ഇന്ന് ഇതിന് പോലും നേരെയില്ല. അമ്മ ഏറ്റവും ആദ്യം വായിക്കുന്ന ചരമക്കോള കേട്ടോ. ഇന്നാളൊരു പോസ്റ്റ് ഇട്ടപ്പോൾ ഒരാൾ ചോദിച്ച് ചരമക്കോളാണല്ലോ വായിക്കണേന്ന്. അതെന്തിനാന്ന് വെച്ചാൽ ആരെങ്കിലും പരിചയത്തിലുള്ളതുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് അത് നോക്കണത്. ഫസ്റ്റ് പേജ് അതാ നോക്കണേ. നമ്മുടെ ബന്ധത്തിലില്ലാത്ത നമുക്ക് അടുപ്പമുള്ളവരുടെ ചിലര് നമ്മളെ അറിയിച്ചെന്ന് വരൂല. അപ്പൊ പേപ്പറിൽ അതുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവിടെ പോകും, പോയിരിക്കും. അതിനു വേണ്ടിയാണ് പെട്ടെന്ന് നോക്കണം. ഇപ്പൊ ദേ നമ്മുടെ അങ്കമാലി വല്യമ്മച്ചിയുടെ വീട്ടുകാരൊരു അമ്മച്ചി മരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അറിയണവരല്ല. അത് ഒത്തിരി ഫാമിലി നെടുമ്പാശ്ശേരിയിലുണ്ടല്ലോ അവര്. അപ്പൊ അവിടത്തെയാണ്, നമ്മൾ അറിയൂല. അത്താണി നോക്കിയത് അത് കണ്ടോണ്ട്. അപ്പോൾ ഇടയ്ക്ക് എനിക്കൊരു ഡെൻറ്റിസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നേരത്തെ ഫിക്സ് ചെയ്തിരുന്നതാണ്. അപ്പോൾ സാധാരണ ഞാനും അപ്പം ഇങ്ങനെ പോകാറ്. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ പെയിൻ്റ് അടി നടക്കുന്ന കാരണം അപ്പം വന്നില്ല, ഞാൻ തന്നെയാണ് വന്ന് കേട്ടോ. പോയിട്ട് ഒരു 1.5 മണിക്കൂർ ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞ ചേട്ടൻ പോയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത, അയ്യോ ഫ്രിഡ്ജിലൊരു സാധനം ഇരിപ്പുണ്ടല്ലോ, അതെന്തായി എന്ന്. അപ്പം നമുക്ക് തുറക്കാം. മഴയത്ത് ഐസ്ക്രീമിനോട് എനിക്ക് അത്ര താല്പര്യം ഇല്ല. ഇത് ഇപ്പൊ മഴയില്ലല്ലോ, ഇടയ്ക്ക് സമ്മറൊക്കെ. അത് ശരിയല്ല, ഇപ്പൊ ചൂടുണ്ട് ഇപ്പൊ. മഴയില്ലാത്ത ദിവസം ചൂടുണ്ട്. നമുക്ക് ഇച്ചിരി അമ്മയ്ക്ക് കൊടുക്കാം. ഇതിൽ ഞാൻ പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. മധുരത്തിന് പകരം ഞാൻ ഡേറ്റ് സിറപ്പ് ആഡ് ചെയ്തിരിക്കണം. എന്നെ സംബന്ധിച്ച് ആ മധുരം മതി. അപ്പയ്ക്ക് പക്ഷെ ഇച്ചിരി വേണ്ടി വരും. അപ്പ പറയണ്ടായിരുന്നു ചോക്ലേറ്റ് സിറപ്പ് ഒഴിക്കണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ തേൻ ഒഴിക്കാം. നമുക്ക് തേൻ ഇരിപ്പുണ്ടല്ലോ, നാച്ചുറൽ തേൻ. മനസ്സിലായി. നല്ല രുചിയുണ്ട് കേട്ടോ. വേനൽക്കാലത്തുണ്ടല്ലോ ഞാൻ ഒരുപാട് തണുത്ത ഐറ്റംസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. മധുരമൊക്കെ ഇട്ടിട്ടുള്ളതാണല്ലോ കൂടുതലും തണുത്ത ഐറ്റംസ്, ചൂട് കാരണമാണ്. അപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് ഞാൻ വിചാരിച്ചു മധുരമൊക്കെ കംപ്ലീറ്റ്ലി അങ്ങ് നിർത്താം എന്ന് വിചാരിച്ചു. കംപ്ലീറ്റ്ലി അല്ല, നാച്ചുറൽ സ്വീറ്റ്നസ് ഒക്കെ കഴിക്കാം, ആഡഡ് ഷുഗർ ഇല്ലേ അതങ്ങ് നിർത്താമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇതിനകത്ത് ഡേറ്റ് സിറപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയത്. നല്ല സെറ്റാ, നല്ല സെറ്റ്. തനി കാപ്പിയുടെ. എനിക്ക് കാപ്പയുടെ ഇതായതുകൊണ്ട് ഇതിനോട് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, വേറെ ഫ്ലേവർ ഒന്നും ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ട് ചെറുപ്പകാലങ്ങളിൽ ഐസ്ക്രീം തന്നെ കുറവാണ്. ആകെ കിട്ടുന്നത് ഈ വാനിലയല്ലേ. അതുകൊണ്ട് എനിക്ക് ചോക്ലേറ്റും എപ്പോഴും അന്നൊന്നും 5 സ്റ്റാർ ഒന്നുമില്ല. ചോക്ലേറ്റും എനിക്ക് ഇഷ്ടം ഈ മിൽക്കി ബാറിന്റെ വൈറ്റ് പാലിന്റെ ടേസ്റ്റ് ഉള്ളതാ ഇഷ്ടം. ഇതുവരെ അന്നൊക്കെ ചുമ്മാ ഈ 5 പൈസയുടെ മിഠായി അല്ലേ, ചെറിയ പുതിയ മിഠായികളല്ലേ ഉള്ളത്. പിന്നെയൊക്കെയല്ലേ പല പല ബ്രാൻഡുകൾ വന്നത്. അതുകൊണ്ട് എനിക്കിങ്ങനെ മറ്റുള്ള ബ്രാൻഡുള്ള ഐസ്ക്രീം കഴിക്കൂന്നല്ലാതെ ഇപ്പോഴും വാനിലയുടെ ടേസ്റ്റ് എപ്പോഴും മുന്നില. അത് ഇതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. ചെറുപ്പത്തിലെ നമ്മൾ ഉപയോഗിക്കണല്ലേ കൂടുതൽ നമുക്ക് താല്പര്യം. അതുകൊണ്ടാണ് ഇത് വെച്ചേക്കട്ടെ. എടുത്തോ. ദേ ഞാൻ ഐസ്ക്രീം കഴിക്കാനായിട്ട് കുറേ നാളായിട്ട് ഒരു സ്റ്റീൽ ബൗൾ തപ്പി നടക്കുമായിരുന്നു. എനിക്ക് കറക്റ്റായിട്ടുള്ളത് കിട്ടി. നല്ല രസമില്ലേ, ഫ്രണ്ടിൽ ഇങ്ങനെ വേവി ഷേപ്പൊക്കെ ആയിട്ട്. പോത്തീസിന്നാണ് കേട്ടോ മേടിച്ചത്. സിംഗിൾ കപ്പായിട്ട് കിട്ടി. സാധാരണ ഇതൊക്കെ സെറ്റായിട്ടാണ് കണ്ടേക്കണേ. പെയിൻ്റ് കടിച്ചു ആ ചേട്ടൻ പോയിട്ടോ. നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞപ്പോഴേക്കുമാണ് ദേ മഴ പെയ്തത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് വലിയ ദോഷം ഉണ്ടായിട്ടില്ല. പെയിൻ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, സമാധാനം. വൈകുന്നേരം തൊട്ട് ഇരുണ്ട് കൂടണ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചത് ഉണങ്ങണതിന് മുമ്പ് മഴ പെയ്യുന്നു. പക്ഷെ എല്ലാം ഉണങ്ങി കഴിഞ്ഞിട്ടാണ് കേട്ടോ മഴ പെയ്തത്. നമുക്കൊന്ന് കയറി നോക്കാം. വേണ്ട, ഇവിടെ കണ്ട നന്നായി ഉണങ്ങിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ഇവിടെ അടിച്ചു, ഇപ്പുറത്തും അടിച്ചു. മഴ പെയ്താൽ പിന്നെ വൈബ് കംപ്ലീറ്റ് ആവാനായിട്ട് ചൂടുള്ള എന്തെങ്കിലും കഴിക്കണം. ഞാനാണെങ്കിൽ നല്ല ചൂടുള്ള സൂപ്പ് കഴിക്കും. പക്ഷേ ഇതിപ്പോൾ സൂപ്പ് കഴിക്കേണ്ട സമയമായിട്ടില്ല. അമ്മ കാപ്പിയാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ, സന്ധ്യ സമയത്തെ കാപ്പി. ഞാൻ അന്നേരം വിചാരിച്ചു ഒരു ചൂടുള്ള ചോക്ലേറ്റ് ഓട്സ് കഴിക്കാമെന്ന്. കൊക്കോ ഫ്ലേവർ എനിക്ക് വലിയ ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ ഇടസമയത്തൊക്കെ കഴിക്കാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് ചോക്ലേറ്റ് ഓട്സ് കേട്ടോ. ഇതിനകത്ത് അത്യാവശ്യം നട്ട്സും ഒക്കെ ഉണ്ട്, മറ്റേ പംകിൻ സീഡും ഒക്കെ ഉണ്ട്. എനിക്ക് വലിയ ഇഷ്ടമായി. യോഗ ബാറിൻ്റെയാണിത്. അപ്പം ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ വന്ന് നിൽക്കണത് ഇപ്പം മഴ പെയ്യും. അതെ, മഴ പെയ്യണതിന് മുമ്പ് ഇറങ്ങിപ്പോണം. ഇന്നലെ ഞങ്ങളുടെ പണ്ട് മുതലേ ഉള്ള പെയിൻറ്റർ കുര്യാക്കോനെയും കൊണ്ട് ചെയ്യിച്ച വർക്കായത്. അതായത് വർക്ക് ഏരിയ രണ്ടാമത് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ പോലെ എടുത്തതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഡാമേജ് ആയതുകൊണ്ട് അതിൻ്റെ ഈ വർക്ക്. അപ്പം രണ്ടാമത് കോൺക്രീറ്റ് ചെയ്ത് എടുത്തു.
അപ്പോൾ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം കഴിഞ്ഞ കൊല്ലം നമ്മൾ വൈറ്റ് സിമെൻറ്റ് പ്ലസ് ഡോക്ടർ ഫിക്സിറ്റും കൂടെ മിക്സ് ചെയ്ത് അടിച്ചായിരുന്നു. എന്നാന്ന് വെച്ചാൽ കോൺക്രീറ്റ് ചെയ്ത് ചിങ്ങി നനവ് വരാൻ പാടില്ലല്ലോ എന്ന് ഓർത്ത്. ഇവിടെ മേച്ചിലിട്ടിട്ടുമില്ലല്ലോ മേളിൽ, അത് കാരണം. അപ്പം ഈ വർഷം ഇവള് പറഞ്ഞു ബിർള ഓപ്പസ് അല്ലേ, അത് 8 ലിറ്റർ അല്ലേ, ഓൾ ഡ്രൈ വാട്ടർ പ്രൂഫ് കോട്ടിംഗ്. അത് 8 ലിറ്റർ വാങ്ങിച്ചു. ഇത്ര ഏരിയക്ക് വേണ്ടി, അത് സ്ക്വയർ ഫീറ്റിന് ഇത്ര എന്ന് ഏതാണ്ടുണ്ട്, 2 ഭാഗം ചെയ്തിട്ടുണ്ട്, അത് പറയാം. അപ്പം അത് മേടിച്ചിട്ട് ആദ്യം അത് ഡൈല്യൂട്ട് ചെയ്ത് ഒരു കോട്ട് ഇതിൻ്റെ മീതെ അടിച്ച്, അതിനുശേഷം ഒട്ടും ഡൈല്യൂട്ട് ചെയ്യാതെ തിക്കായിട്ട് അടിച്ചു. ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ട് അടിക്കണമെന്നാണ് പറഞ്ഞത്. പിന്നെ 3ാമത്തെ കോട്ടും അതുപോലെ തന്നെ തിക്കായിട്ട്. ഇതെല്ലാം ഉണങ്ങിയതിന് ശേഷം, ഓരോ കോട്ട് ഉണങ്ങിയതിന് ശേഷം അടിക്കാവുള്ളൂ. 3ാമത്തെ കോട്ട് നമ്മൾ ഫുള്ള് ഫില്ലാക്കിയിട്ടില്ല. കോട്ട് ഇത്ര ഏരിയ ഫില്ലാക്കിയിട്ടുള്ളൂ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരത്തേക്കും കാലാവസ്ഥ വ്യതിയാനവും വന്നു. ഇരുന്ന സംഗതി ഏതാണ്ട് ഒരുവിധം ഓൾമോസ്റ്റ് തീർന്നതുകൊണ്ട് മാത്രമല്ല, കാലാവസ്ഥ വ്യതിയാനം വന്ന്, അല്ലെങ്കിൽ മേടിച്ചുകൊണ്ട് വന്ന് ഷോപ്പിൽ ചെന്ന സാധനം കിട്ടൂല, മേടിച്ചുകൊണ്ട് വന്ന് അടിക്കായിരുന്നു. പിന്നെ ഇവിടെ ലീക്കേജ് ഒന്നുമില്ല. കഴിഞ്ഞ വർഷം വെള്ളം അതൊന്നും കുഴപ്പമില്ലെന്നേ, ഇവിടെ നിന്നോ, കഴിഞ്ഞ വർഷം വാർത്തതായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇനിയും ലീക്കേജ് വന്നാൽ ബുദ്ധിമുട്ടാണ്. ഇവിടെ മേച്ചിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറി പോരാൻ പറ്റൂല. കയറി പോരാൻ മീൻസ് പല അസൗകര്യങ്ങളുണ്ട് നമുക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പം അതുപോലെ തന്നെ അടുക്കളയുടെ മുകളിൽ മേച്ചിലിട്ട് ആ ഭാഗത്ത് കുറച്ചിങ്ങനെ അടിച്ചിട്ടുണ്ട്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ടാങ്ക് ഇരിക്കുന്ന അപ്പുറത്തെ ഏരിയയിൽ മേച്ചിലിടാൻ ഹൈറ്റ് ശരിയാവൂല, അതുകൊണ്ട് ഇട്ടിട്ടില്ല. അപ്പം അവിടെ ലീക്കേജ് വരാതിരിക്കുന്നത്, ഇതൊക്കെ പഴയ ഭാഗങ്ങളാട്ടോ വാർക്കടെ, ലീക്കേജ് വരാതിരിക്കാനായിട്ട് അവിടെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് പെൻഡിങ് വെള്ളമല്ലോ തെറിച്ചെങ്കിലോ എന്ന് ഓർത്ത് ഈ മേച്ചിൽ കിടക്കണ ഭാഗത്തും കൂടെ 2 കോട്ട് അടിപ്പിച്ചതാട്ടോ. ആ മേച്ചിലില്ലാത്ത ഭാഗം 3 കോട്ട് അടിച്ചിട്ടുണ്ട്, ഈ ഭാഗം 2 കോട്ട്. അത് പഴയ വാർക്കയായതുകൊണ്ട് അവിടെ 3 കോട്ട് നിർബന്ധമായിട്ട് അടിപ്പിച്ചു, ടിക്കായിട്ടാണ് കിടക്കണതും. ഇവിടെ 2 കോട്ടേ അടിച്ചിട്ടുള്ളൂ. മേളിൽ മേച്ചിലുണ്ട്. ഇവിടെ മേച്ചിലുണ്ട്. അവിടെ നിന്നെങ്ങാൻ ഈ വെള്ളം ഇങ്ങനെ കുത്തി വരുമ്പോൾ ഇത് വന്നെങ്കിലോ എന്ന് ഓർത്ത് ഏതായാലും അടിച്ചപ്പോൾ ഇത്രയും സാധനവും മേടിച്ചില്ല, അങ്ങനെ ചെയ്തതാണ്. പിന്നെ ഇവിടെ പുതിയ കോൺക്രീറ്റിൻ്റെ ഞാൻ പറഞ്ഞില്ല, അത് നിർബന്ധമായിട്ട് അടിച്ചു, ഇനിയും പ്രശ്നങ്ങൾ വരാതിരിക്കാൻ. അപ്പം ഇത് ഇവള് ഏപ്രിൽ മാസത്തിൽ പറഞ്ഞതാണ് നല്ല ഡ്രൈ ആയിട്ട് കിടക്കുമ്പോൾ ചെയ്യണമെന്ന്. പക്ഷേ ഇത്ര പെട്ടെന്ന് മഴ വരുമെന്നും ഇങ്ങനെ ഓർത്തില്ല. മെയിൽ വിളിച്ചപ്പോൾ അവർക്ക് വർക്കിലോ ഭയങ്കര വർക്കല്ലേ സീസൺ ആകുമ്പോൾ. അപ്പോൾ അവർ പല സ്ഥലത്തും വർക്കായിരുന്നു. പിന്നെ ഇവിടത്തെ തന്നെ പണ്ടത്തെ പെയിൻറ്റർ ആയതുകൊണ്ട് പുള്ളി ഗ്യാപ്പ് നോക്കി ഒരു ദിവസം വന്നതാണ്. പക്ഷേ പരിമലപിതാവിൻ്റെ ഗുരുത്വം കൊണ്ട് അന്നത്തെ ദിവസം മഴ പെയ്തില്ല, വൈകിട്ടേ പെയ്തോളൂ. അതുകൊണ്ട് ഇതെല്ലാം ഒരുവിധം ഡ്രൈ ആയി കിട്ടിയായിരുന്നു. അപ്പോൾ പുള്ളി പോയപ്പോൾ പറഞ്ഞു 2 മണിക്കൂർ കിട്ടിയാൽ മതി ചേട്ടാ, ഒരു കുഴപ്പമില്ലെന്ന്. പക്ഷെ 6 മണിയായി പിന്നെ മഴ പെയ്തത്. പുള്ളി 2:30 ആയപ്പോഴത്തേക്കും പണി കഴിഞ്ഞു. ശരിക്കും ഇത് അടിക്കാൻ 2 ദിവസം വേണം, കാരണം നല്ല തിക്കാണത്. തിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര കുറുകലാ. ഫസ്റ്റ് കോട്ടിങ് അടിക്കുന്നത് ഷോപ്പിലും പറഞ്ഞു, അതിലും എഴുതിയിട്ടുണ്ട് വെള്ളം 50-50. പക്ഷെ അപ്പൊ 50-50 അടിപ്പിച്ചില്ല. അപ്പൊ കൂടുതൽ അതും കുറച്ച് വെള്ളം ചേർത്ത് 30%. കാരണം എന്താണെന്നറിയോ, ഇവിടെ പ്രതലത്തില് വെള്ളം ഇച്ചിരി ഉണ്ടായിരുന്നു, നനവുണ്ടായിരുന്നല്ലേ, അതുകൊണ്ട് അങ്ങനെ ചെയ്തിപ്പോ അടിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ ഫീഡ്ബാക്ക് എങ്ങനെയാണെന്നോ. അല്ല, ഇതിപ്പോ പുതിയ ഇതായതുകൊണ്ട് ലീക്കേജ് ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞതാ വിവരം. ഇനിയിപ്പോ നമ്മള് തുലാവർഷ സമയം ആകുമ്പോ ഫ്രണ്ടിലെ സിറ്റ് ഔട്ടില്ലേ, ആ സിറ്റ് ഔട്ടിന്റെ മുകളിൽ വാർക്കും. അപ്പൊ ആ സിറ്റ് ഔട്ടിന്റെ മേളില് പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്, അതിപ്പോ നനവൊന്നും ഇല്ലെങ്കിലും 2014 ചെയ്തതാ, 12 കൊല്ലായില്ലേ അത് കൂട്ടിയെടുത്ത. അപ്പൊ അതിന് ഇതുവരെ വൈറ്റ് സിമെന്റ് പോലും അടിച്ചിട്ടില്ല. അപ്പൊ അതിപ്പോ ഈ മഴക്കാലത്ത് ഇനി അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തുലാവർഷത്തിൽ ഈ കാലവർഷം കഴിഞ്ഞിട്ട് തുലാവർഷം തുടങ്ങണതിന് മുമ്പ് ഒന്ന് അടുപ്പിക്കണമെന്നുണ്ട് അവിടെ. അപ്പൊ അത് അടുപ്പിക്കുവാണെങ്കിൽ കാണിക്കാം കേട്ടോ. അവിടെ ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ല, എന്നാലും ഇങ്ങനെ അടിച്ച് ഇടണത് എപ്പോഴും ഒരു ബലല്ലേ ഇതിന്. ഇപ്പൊ ഇനി നനവൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായി കോൺക്രീറ്റിന്. അതെ, എപ്പോഴും ഈ കോൺക്രീറ്റിന് കുറെ കഴിയുമ്പോൾ നനവ് പിടിപെടും. ഇപ്പൊ ഈ പുതിയ കോൺക്രീറ്റിനൊക്കെ എന്തോ അതിന്റെ കൂടെ നനവ് വരാതിരിക്കാൻ എന്തോ മിക്സ് ചെയ്താ കോൺക്രീറ്റ് കഴിഞ്ഞേച്ച് തേക്കണേന്നാ പറയണേ. അതാ ജോൺ ചേട്ടനെന്ന് പറഞ്ഞു അങ്ങനെ. അപ്പം നമുക്ക് പിന്നെ ഇത്ര ഏരിയല്ലേ ഉള്ളു സംഭവം. ഇപ്പം എന്നതാണെങ്കിലും വൃത്തിയായിട്ടിരിക്കണ്ടേ, അതുകൊണ്ട് ഇന്നലെ ചെയ്ത പണിയാണ്. ഇനിയിപ്പോൾ എപ്പോൾ ചെയ്താലും ഞാൻ പറഞ്ഞു, ഇവള് പറഞ്ഞതാ ഏപ്രിൽ മാസത്തിൽ ചെയ്യിക്കാന്ന്. അപ്പം ഞാനും പറഞ്ഞാൽ മെയ് ആവട്ടെ, ഇപ്പം ധൃതിയൊന്നുമില്ല, നനവൊന്നും ഇവിടെ ഇല്ലല്ലോ എന്ന്. പക്ഷെ മെയ് ആയപ്പോഴത്തേക്ക് ഇടവിട്ട് മഴയായി. അപ്പം അതിലും പ്രധാനപ്പെട്ട പ്രശ്നം എന്നാന്ന് വെച്ചാൽ കാറ്റും മഴയും ഇപ്പോൾ മരങ്ങളും മറിഞ്ഞത് പറഞ്ഞില്ല. ഇനിയിപ്പോൾ കുറേ മരങ്ങൾ കൊമ്പുകളും ഒക്കെ വെട്ടിക്കാനുണ്ട്. അതിൻ്റെ വീണ് കിടക്കണ മരത്തിൻ്റെ കൊമ്പ് വെട്ടിക്കുമ്പോൾ കുറേ മരങ്ങളുടെയൊക്കെ ശരിയാക്കാനുണ്ട്. അപ്പോൾ ഈ ധൃതി പിടിച്ച പണിയല്ലേ ഇപ്പം, പ്രതീക്ഷിക്കാതെയല്ലേ മരം വീണതും. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന സംഭവങ്ങൾ. മഴ പൊടിഞ്ഞു തുടങ്ങി, നമുക്ക് താഴത്തേക്ക് പോകാം. ഓക്കെ, പോരെ.
ചെരുപ്പെല്ലാം ചെളി, അത് മഴ പെയ്യുമ്പോൾ പൊക്കോളും.